അവിടെന്താ ഈ എങ്ങോട്ടാ പോണേ സ്ഥലം? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടോ നിങ്ങൾ? ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരുള്ളത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രെയിനിൽ കയറാൻ പോകുന്നതിൻ്റെയും അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ അതിൻ്റെയൊക്കെയുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും പരിപാടിയാണ് ഇപ്പോൾ ഈ കാണുന്നിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഇവൻ്റെ ആദ്യമായിട്ടുള്ളൊരു ട്രെയിൻ യാത്ര ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചാണ് പോയത്. വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ തിരൂർക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. തിരൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ ഇവൻ ഓരോ സംഭവങ്ങൾ കാണിച്ചിട്ട്, ഉപ്പ ഇതെന്തിനാണ് ഈ ലൈറ്റ് ഉപയോഗിക്കുന്നത്, ഇതെന്താ 2 ട്രാക്ക്, ഇത് മേലെ കൂടെ പോയി കഴിഞ്ഞാൽ എങ്ങോട്ടാ, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് എന്നോട് ഓരോ തവണ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് ചോദിക്കുന്നത്. അങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ട്രെയിൻ വന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ പേര് ജോലിപരമായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഡെയിലി യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനാണ്. ട്രെയിൻ വന്നിട്ട് നമ്മുടെ ട്രെയിൻ വന്നു നിന്നു. ഞങ്ങൾ നേരെ തിരക്കില്ലാത്തൊരു ബോഗി തിരഞ്ഞെടുത്ത് ഞങ്ങൾ ട്രെയിനിലോട്ട് കയറിയിട്ടു. ട്രെയിനിൽ കയറി ഇരുന്നിട്ട് അവൻ്റെ ഇരുത്തം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എക്സൈറ്റ്മെൻ്റ് ആണ്. ഇതെല്ലാം ഒരു അത്ഭുതം പോലെയാണ് പുള്ളിക്കാരെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര രസമായിരുന്നു അവനായിട്ടുള്ള യാത്ര. ഞാൻ കുറേ വിളിച്ചു നോക്കുമ്പോഴൊക്കെ ഏതോ ഒരു ലോകത്താണ് പുള്ളിക്കാരുണ്ടായിരുന്നത്. ശരി, ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഫസ്റ്റ് യാത്ര കുട്ടികളൊക്കെ ആയിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സ്പെഷ്യലി ഫസ്റ്റ് യാത്ര ഭയങ്കര രസമാവും. കാരണം ഈ ഇരുത്തം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവ എത്രത്തോളം എൻജോയ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ അപ്പുറം അവൻ്റെ ഫേസിൽ നോക്കി കഴിഞ്ഞാൽ ഒരു പേടിയും ഒരു എന്താ പറയുക, എന്താണ് ഈ സംഭവം കണ്ടോ, ആ നോട്ടത്തിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര. ഞങ്ങൾ നേരെ തിരൂർക്കാണ് പോയത്. അപ്പോൾ കുറേ നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു യാത്രയിൽ. എവിടെ എത്തി? എവിടെ? ഇതാ എന്തിനാ ഇവിടെ ഇരുന്ന് നോക്ക്, ഇവിടെ കാറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ യാത്ര ചെന്നെത്തിയത് തിരൂരാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എന്തോ കാരണത്താൽ വിട്ടുപോയി. നേരെ ഞങ്ങൾ ഗൾഫ് മാർക്കറ്റ്, നമ്മുടെ കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ ഒരു അറ്റം വരെ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തുനിന്ന് അടക്കം വന്നിട്ട് മൊബൈൽ ആക്സസറീസും മൊബൈലുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കുമായി ബന്ധപ്പെട്ടുള്ള കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുന്ന ഒരു മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ ചെന്നത്. ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഉള്ളിൽ ചെറിയൊരു ടെൻഷനായിരുന്നു. കാരണം ഇവൻ എന്തൊക്കെ വാങ്ങിക്കൂട്ടുന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. അവന് ആദ്യം സ്കേറ്റിംഗ് ബോർഡിനോട് ഭയങ്കര ക്രേസുള്ള ഒരാളാണ്. അപ്പോൾ സ്കേറ്റിംഗ് ബോർഡ് വേണമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ 2-3 സ്ഥലത്ത് പോയി. ഞാൻ ക്യാഷായിട്ട് കയ്യിലധികം വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാർഡായിരുന്നു. അപ്പോൾ അവിടെ കാർഡ് ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ സ്കേറ്റിംഗ് ബോർഡാണ് സ്കിപ്പാക്കി. പിന്നെ അവനക്ക് വെള്ളം നിറച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഗണ്ണ്, അത് വാട്ടർ ഗണ്ണ് വേണമെന്ന് പറഞ്ഞിട്ട് അത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഞാനും വിചാരിച്ചു ഇവന് എന്ത് പറ്റി, കാരണം എന്ത് കണ്ടാലും അത് ഇത് എന്നൊക്കെ പറയുന്ന ഒരാൾ ഇത്രയും വലിയൊരു മാർക്കറ്റിൽ പോയി കുറേ സാധനങ്ങൾ കണ്ടുപോകുമ്പോൾ ഇതൊന്നും വേണ്ട, എനിക്ക് ഈ ഒരു സാധനം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് കുറേ നേരം അവിടെയൊക്കെ കറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നേരെ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും വന്നിരുന്നു. ട്രെയിന് കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ അത് ഈ സാധനത്തിൽ വെള്ളം നിറയ്ക്കുക, അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് വെച്ചിട്ട് ഇങ്ങനെ കളിക്കുക, ഇതായിരുന്നു അവൻ്റെ പണി കേട്ടോ. ഭയങ്കര ഈ ഒരു പ്രായം അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ ഇവരുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു മനസ്സുഖം, ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറൊരു സംഭവമാണ് അല്ലേ. സ്പെഷ്യലി ഞങ്ങളിങ്ങനെ 2 പേരും കൂടെ യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്കും അവർക്ക് ഈ ഒരു ട്രെയിൻ യാത്രയുടെ എക്സ്പീരിയൻസ് ഭയങ്കര സംഭവമായിരുന്നു, ഭയങ്കര സ്പെഷ്യലായിരുന്നു. അപ്പോൾ ആരും വാങ്ങി തന്നാ അടിപൊളി. കഴിഞ്ഞാ ട്രെയിൻ നമ്പർ 1615 ചെന്നൈ എഗ്മൂരിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന ചെന്നൈ എഗ്മൂർ മംഗലാപുരം എക്സ്പ്രസ് 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.